ലോക ഭൂപടത്തിൽ ഇന്ന് ഇന്ത്യ എന്ന് എഴുതി ചേർക്കുന്നത് കേവലം ഒരു രാജ്യമെന്ന നിലയിലല്ല, മറിച്ച് ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു മഹാശക്തിയായിട്ടാണ്. അതിർത്തികളിൽ കണ്ണുവെക്കാൻ വരുന്ന ശത്രുക്കൾ ഒന്നോർക്കുക. ഇത് പഴയ ഇന്ത്യ അല്ല. അടികൊണ്ട് മിണ്ടാതിരിക്കുന്ന കാലം എന്നോ കഴിഞ്ഞുപോയി. ശത്രുവിന്റെ നെഞ്ചിലേക്ക് കയറി വെടിവെക്കാൻ കെൽപ്പുള്ള പുതിയ ദീർഘവീക്ഷണമുള്ള നരേന്ദ്രമോദി എന്ന ശക്തനായ ഭരണാധികാരി നയിക്കുന്ന നവഭാരതമാണിത്. നമ്മുടെ അതിർത്തികൾക്ക് കാവൽ നിൽക്കുന്ന സൈനികർക്ക് കൂടുതൽ കരുത്തു പകരാൻ ഇന്ത്യ ഇതാ അതിന്റെ ഏറ്റവും പുതിയ വജ്രായുധം സ്വന്തമാക്കുകയാണ്. ചൈനയുടെയും പാകിസ്ഥാന്റെയും അതിർത്തികളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഗർജനം ഇനി കൂടുതൽ ഉച്ചത്തിലാകാൻ പോകുന്നു. 23,000 കോടി രൂപയുടെ ഈ മഹാപ്രഖ്യാപനം വെറുമൊരു ആയുധ കച്ചവടമല്ല, മറിച്ച് ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് മോദി സർക്കാർ നടത്തുന്ന സമാനതകളില്ലാത്ത ഒരു വിപ്ലവത്തിന്റെ തുടക്കമാണ്. ഇന്ത്യൻ സൈന്യത്തെ ഇത്രമാത്രം ശക്തമാക്കാൻ പോകുന്ന അത്ഭുത ആയുധം എന്താണെന്ന് നമുക്ക് നോക്കാം. K9 വജ്ര എന്ന് പേരിട്ടിരിക്കുന്ന ഒരു അത്യാധുനിക പീരങ്കിയാണിത്. ഈ പീരങ്കികളാണ് ഇന്ത്യ ഇപ്പോൾ സ്വന്തമാക്കാൻ പോകുന്നത്. ആധുനിക യുദ്ധഭൂമിയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ പീരങ്കി സംവിധാനങ്ങളിൽ ഒന്നാണിത്. കേവലം ഒരു പീരങ്കിയല്ല ഇത്, മറിച്ച് ശത്രുവിന്റെ കോട്ടകൾ തകർക്കാൻ ശേഷിയുള്ള ഒരു ഭീമൻ തന്നെയാണ്. 40 കിലോമീറ്ററിലധികം ദൂരെയുള്ള ശത്രു താവളങ്ങളെ കൃത്യതയോടെ തകർക്കാൻ ഈ പീരങ്കികൾക്ക് സാധിക്കും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ വെടിയുതിർത്ത തൊട്ടു പിന്നാലെ ശത്രുവിന്റെ തിരിച്ചടിയിൽ നിന്ന് രക്ഷപ്പെടാനായി അതിവേഗം സ്ഥാനം മാറാൻ ഇവയ്ക്ക് സാധിക്കും എന്നതാണ്. കവചിത സംരക്ഷണവും ഉയർന്ന വേഗതയുമുള്ള ഈ പീരങ്കികൾ കഠിനമായ മരുഭൂമിയിലും ലഡാക്ക് പോലുള്ള ഉയർന്ന മലനിരകളിലും ഒരുപോലെ ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സൈന്യത്തിന് ഏറ്റവും അനുയോജ്യമായ ആയുധമായി പ്രതിരോധ വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയെ ഏറ്റവും ഉയർന്ന മുൻഗണനയായി കാണുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമാണ് ഈ പുതിയ പദ്ധതിയിലൂടെ വീണ്ടും തെളിയിക്കപ്പെടുന്നത്. ചൈനയും പാകിസ്ഥാനും ഒരേ സമയം ഇന്ത്യക്കെതിരെ നീക്കങ്ങൾ നടത്തുന്ന ഈ കാലഘട്ടത്തിൽ ഇരു അതിർത്തികളിലും ഒരേ സമയം പ്രതിരോധം തീർക്കാൻ 300-ലധികം K9 വജ്ര പീരങ്കികൾ കൂടിയാണ് രാജ്യം വാങ്ങുന്നത്. ഏകദേശം 23,000 കോടി രൂപ ചെലവിട്ടാണ് ഈ വൻ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ദക്ഷിണ കൊറിയൻ കമ്പനിയായ ഹൻവ എയ്റോസ്പേസ് പോലുള്ള സാങ്കേതിക പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ K9 വജ്ര നിർമ്മിക്കുന്ന പ്രമുഖ ആഭ്യന്തര കമ്പനിയായ ലാർസൻ ആൻഡ് ട്രൂബോയ്ക്കാണ് ഇതിന്റെ നിർമ്മാണ കരാർ കൈമാറുന്നത്. ഈ പുതിയ ഓർഡർ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യൻ സൈന്യത്തിന്റെ പക്കലുള്ള ആകെ K9 വജ്ര പീരങ്കികളുടെ എണ്ണം 500 കടക്കുകയാണ്. മുൻകാലങ്ങളിൽ പ്രതിരോധ കരാറുകളിൽ വന്നിരുന്ന കാലതാമസവും അഴിമതികളും പൂർണ്ണമായി ഒഴിവാക്കി സൈന്യത്തിന് എന്ത് വേണമോ അത് കൃത്യസമയത്ത് എത്തിച്ചു നൽകുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് നമുക്കുള്ളത്. ഇന്ത്യൻ സൈന്യത്തിന് ഈ ആയുധത്തിലുള്ള പൂർണ്ണ സംതൃപ്തിയാണ് വീണ്ടും ഇത് വാങ്ങാൻ രാജ്യത്തെ പ്രേരിപ്പിച്ചത്. മുൻപ് 2017 നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ 4,500 കോടി രൂപയ്ക്ക് 100 പീരങ്കികൾ വാങ്ങാനായിരുന്നു ആദ്യ കരാർ ഒപ്പിട്ടത്. തുടർന്ന് 2023 7,500 കോടി രൂപയുടെ രണ്ടാമത്തെ കരാറും രാജ്യം വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള സമീപകാല സൈനിക നീക്കങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദീർഘദൂര പ്രഹരശേഷി ഇനിയും വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. ലഡാക്കിലെ കഠിനമായ തണുപ്പിലും ഉയർന്ന മലനിരകളിലും K9 വജ്ര വിജയകരമായി പരീക്ഷിച്ചതോടെയാണ് ചൈനീസ് അതിർത്തിയിൽ ഇവ കൂടുതൽ വിന്യസിക്കാൻ സൈന്യം തീരുമാനിച്ചത്. വിദേശ രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് മാറി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ നമ്മുടെ സ്വന്തം മണ്ണിൽ ഈ ആയുധങ്ങൾ നിർമ്മിക്കുന്നത് ഭാരതത്തിന്റെ സാങ്കേതിക വളർച്ചയുടെ വലിയൊരു തെളിവ് കൂടിയായിരിക്കും. ഇന്ത്യയുടെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾക്ക് ഈ കരാർ ഒരു ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് ആരുടെയും സഹായം ആവശ്യമില്ലെന്നും ഏത് കഠിനമായ സാഹചര്യത്തിലും ശത്രുവിനെ നേരിടാൻ രാജ്യം സജ്ജമാണെന്നും പ്രധാനമന്ത്രി ഇതിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിലും പടിഞ്ഞാറൻ അതിർത്തിയിലും ഒരേ സമയം പ്രതിരോധം തീർക്കാൻ മൊബിലിറ്റിയുള്ള ഇത്തരമൊരു പീരങ്കി സംവിധാനം അത്യന്താപേക്ഷിതമാണെന്ന സൈന്യം വിലയിരുത്തുന്നത്. അയൽരാജ്യങ്ങളുടെ സൈനിക ആധുനികീകരണത്തിന് ശക്തമായ മറുപടി നൽകാൻ ഈ പുതിയ പ്രതിരോധ കരാർ ഭാരതത്തെ സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ശക്തമായ നേതൃത്വവും ധീരമായ സൈനികരും ഒന്നിക്കുമ്പോൾ ഭാരതത്തിന്റെ പരമാധികാരത്തിന്മേൽ കൈവയ്ക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് ഈ വലിയ ആർട്ടിലറി ആധുനിക പദ്ധതി അടിവരയിടുകയാണ്.
ഇനി നമ്മുടെ അയൽരാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും ചേർന്ന് ഇന്ത്യയെ വളയാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പീരങ്കികൾ വാങ്ങാനുള്ള തീരുമാനം ശത്രുക്കളുടെ എല്ലാ തന്ത്രങ്ങളെയും പൊളിച്ചെടുക്കുന്ന ഒന്നാണ്. ഒരേ സമയം രണ്ട് അതിർത്തികളിൽ നിന്നും വെല്ലുവിളികൾ ഉയരുമ്പോൾ അതിനെ ഒരേ വീര്യത്തോടെ നേരിടാൻ ഇന്ത്യ പ്രാപ്തമാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ അതിവേഗ തീരുമാനങ്ങളാണ്. പാകിസ്ഥാൻ അതിർത്തിയിലെ കഠിനമായ മരുഭൂമിയായാലും അല്ലെങ്കിൽ ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ അതിശൈത്യമുള്ള ഉയർന്ന മലനിരകളായാലും ഒരുപോലെ ശത്രുവിന്റെ നെഞ്ചിലേക്ക് വെടിയുതിർക്കാൻ K9 വജ്രയ്ക്ക് സാധിക്കും. ഒളിച്ചിരുന്ന് ആക്രമിക്കുന്ന പാകിസ്ഥാന്റെ ഭീകരവാദ കേന്ദ്രങ്ങളെ തകർക്കാനും അതിർത്തിയിൽ വൻതോതിൽ സൈന്യത്തെയും ആയുധങ്ങളെയും വിന്യസിച്ച് ഭാരതത്തെ ഭയപ്പെടുത്താൻ നോക്കുന്ന ചൈനീസ് ധാർഷ്ട്യത്തിന് കൃത്യമായ മറുപടി നൽകാനും ഈ പീരങ്കികൾ അതിർത്തി കാക്കുന്ന സൈനികർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. വർഷങ്ങളായി അതിർത്തികളിൽ ചൈന നടത്തുന്ന സൈനിക ആധുനികീകരണത്തിന് രാജ്യം നൽകുന്ന ഏറ്റവും ശക്തമായ തിരിച്ചടിയായിരിക്കും ഇത്. ചൈനീസ് സൈന്യത്തിന്റെ ഏത് നീക്കവും ലഡാക്കിലെ കഠിനമായ തണുപ്പിൽ വെച്ച് തന്നെ തകർത്തെറിയാൻ K9 വജ്രയ്ക്ക് കഴിയുമെന്ന് ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ടതാണ്. ചൈനയും പാകിസ്ഥാനും ചേർന്ന് നടത്തുന്ന ഏതൊരു സംയുക്ത നീക്കത്തെയും പ്രതിരോധിക്കാൻ തക്കവണ്ണം ഇന്ത്യൻ ആർട്ടിലറിയെ സജ്ജമാക്കുക വഴി ശത്രു രാജ്യങ്ങൾ ഭാരതത്തിന്റെ അതിർത്തിയിലേക്ക് നോക്കാൻ പോലും ഭയക്കുന്ന ഒരു സാഹചര്യം മോദി സർക്കാർ ഇവിടെ സൃഷ്ടിക്കുകയാണ്. ഇത് വെറും ഒരു പ്രതിരോധ തന്ത്രമല്ല, മറിച്ച് ശത്രു രാജ്യം അതിർത്തി ലംഘിക്കാൻ ശ്രമിച്ചാൽ അവരുടെ മണ്ണിൽ കയറി പ്രഹരിക്കുമെന്ന നവഭാരതത്തിന്റെ പ്രഖ്യാപനമാണ്. ഈ പുതിയ ആയുധശേഖരം അതിർത്തികളിൽ പൂർണ്ണമായി വിന്യസിക്കപ്പെടുന്നതോടെ ഭാരതത്തിന്റെ പരമാധികാരത്തിന്മേൽ കൈവയ്ക്കാൻ തുനിയുന്ന ചൈനയ്ക്കും പാകിസ്ഥാനും അത് തങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന ശക്തമായ സന്ദേശമാണ് മോദി സർക്കാർ നൽകുന്നത്. 21ാം നൂറ്റാണ്ടിലെ ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യ ഇന്ന് ഭയമില്ലാതെ സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നവയുഗ ശക്തിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാജ്യം കൈവരിച്ച ഈ സൈനിക സ്വയം പര്യാപ്തത വെറുമൊരു അലങ്കാരമല്ല, മറിച്ച് വരും തലമുറകളുടെ സുരക്ഷിതത്തിനു വേണ്ടി നരേന്ദ്രമോദി സർക്കാർ പണിതുയർത്തിയ ഉരുക്കുകോട്ടയാണ്. നമ്മൾ ആരെയും അനാവശ്യമായി ആക്രമിക്കാറില്ല എന്നത് ഭാരതത്തിന്റെ സംസ്കാരമാണ്. എന്നാൽ നമ്മുടെ മണ്ണിലേക്ക് അതിക്രമിച്ച് കയറാൻ നോക്കിയാൽ മറുപടി അതിമാരകമായിരിക്കുമെന്നത് ഈ പുതിയ ഇന്ത്യയുടെ നയമാണ്. ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ കൈനീട്ടി നിന്നിരുന്ന ഒരു പഴയ ഇന്ത്യയെ പൂർണ്ണമായി തൂത്തെറിഞ്ഞ് നമ്മുടെ സ്വന്തം മണ്ണിൽ നമ്മുടെ പ്രതിരോധ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഈ ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ വിജയം. ചൈനയുടെയും പാകിസ്ഥാന്റെയും കുതന്ത്രങ്ങളെയും വെല്ലുവിളികളെയും കേവലം ചർച്ചാ മേശകളിൽ ഒതുക്കാതെ അതിർത്തികളിൽ പീരങ്കി മുനകൾ കൂർപ്പിച്ച് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഭാരതം ഇന്ന് നേരിടുന്നത്. ഈ വൻ പ്രതിരോധ കരാറിലൂടെ ശത്രുക്കൾക്ക് വ്യക്തമായ ഒരൊറ്റ സന്ദേശമേ ഇന്ത്യ നൽകുന്നുള്ളൂ: ഇന്ത്യൻ അതിർത്തികളിൽ കണ്ണുവെക്കാൻ നോക്കുന്ന ഏതൊരു ശക്തിയും കത്തിയമരാൻ പോവുക ഭാരതത്തിന്റെ ഈ വജ്രായുധങ്ങളുടെ അഗ്നിയിലായിരിക്കും. സൈന്യത്തിന്റെ ആത്മവിശ്വാസവും ഭരണാധികാരിയുടെ ഉറച്ച നെഞ്ചും ഒന്നാകുമ്പോൾ അവിടെ പുതിയ ചരിത്രങ്ങൾ പിറക്കുമെന്നതിൽ സംശയമില്ല. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.